അവബോധം അഥവാ അവെയർനെസ്. നമ്മൾ ധരിച്ചിരിക്കുന്നത് നമ്മളുടെ ഈ ഫിസിക്കൽ ബോഡിക്കുള്ളിലാണ് അവെയർനെസ് ഉള്ളത് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവെയർനെസ് എന്നത് നമ്മളുടെ ഉള്ളിലല്ല, അവെയർനെസ്സിനുള്ളിലാണ് നമ്മളുടെ ഈ ഫിസിക്കൽ ബോഡിയും ഈ ഫിസിക്കൽ റിയാലിറ്റിയും എല്ലാം ഉള്ളത്. സ്ക്രീനിലാണ് മൂവി പ്ലേ ആകുന്നത്, പക്ഷേ സ്ക്രീൻ ആ മൂവിക്കുള്ളിൽ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ സെപ്പറേറ്റഡ് ആണ്. പക്ഷേ ഈ അവബോധം എന്നുള്ളൊരു സ്ക്രീൻ അത് സാധാരണ ഒരു സ്ക്രീൻ പോലെയല്ല, അത് സ്വയം പ്രകാശിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഉള്ളിൽ ഏത് മൂവി പ്ലേ ചെയ്യണം എന്നുള്ളത് അതിന് സ്വയം തീരുമാനിക്കാൻ കഴിയുന്ന അറിവുള്ള ഒരു സ്വയം പ്രകാശിക്കുന്ന സെൽഫ് ലൂമിനൻ്റ് ആണ്, എവർ പ്രസൻ്റ് ആണ്. അപ്പോൾ അതിനെ തിരിച്ചറിയാൻ മറ്റൊരു പ്രകാശത്തിൻ്റെയോ അറിവിൻ്റെയോ ആവശ്യം അവിടെയില്ല. ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, ഈ ഫിസിക്കൽ ബോഡിയുമല്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ മനസ്സിൻ്റെ ഇമാജിനേഷനും ഇമോഷൻസും മെമ്മറീസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെമ്പററി ഫോമാണ് ഈ ഫിസിക്കൽ നമ്മളുടെ ബോഡി എന്നുള്ളത് അവെയർനെസ്സിന് വ്യക്തമായിട്ടറിയാം. ഈ മൂവിയിൽ എന്ത് സംഭവിച്ചാലും, ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ എന്ത് സംഭവിച്ചാലും അവെയർനെസ്സിനെ അഥവാ അവബോധത്തിനെ അതൊന്നും എഫക്റ്റ് ചെയ്യില്ല. അത് ടൈംലെസ് ആണ്. ഫിസിക്കൽ റിയാലിറ്റിയിൽ എന്ത് സംഭവിച്ചാലും അത് ടൈമിനുള്ളിലാണ്. ഫിസിക്കൽ ക്ലോക്ക് ടൈമുണ്ട്, സർക്കാഡിയൻ ടൈമുണ്ട്, സൈക്കോളജിക്കൽ ടൈമുണ്ട്, അറ്റോമിക് ടൈമുണ്ട്, അതേപോലെ കൽപ്പ ടൈമുണ്ട്. അങ്ങനെ ടൈമിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഈ ഫിസിക്കൽ റിയാലിറ്റി എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സെൽഫും അവെയർനെസ്സും ടൈമിന് വെളിയിലാണ്. ബോധം അവബോധവും സമയത്തിന് വെളിയിലാണ്. അപ്പോൾ നമ്മുടെ ബോധം എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ സൈക്കോളജിക്കൽ ടൈമിൽ നിന്നും എക്സിറ്റ് ആവണം. സൈക്കോളജിക്കൽ ടൈം എന്ന് പറയുന്നത് പല ലൂപ്പ് ടൈമുകളാണ്. അതിൽ ഇമോഷൻസ് ലൂപ്പുകളുണ്ട്. ഫിയർ, ഗിൽറ്റി, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതേപോലെ കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതേപോലെ മെനി ടൈം ലൂപ്പുകൾ ഈ സൈക്കോളജിക്കൽ ടൈമിലുണ്ട്. മനുഷ്യൻ പലപ്പോഴും ഈ സൈക്കോളജിക്കൽ ടൈമിനുള്ളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ സുഖം അനുഭവിക്കുന്നത്, ആ ദുഃഖവും ഒരു സുഖമായിട്ട് മനുഷ്യൻ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവണമെങ്കിൽ നമ്മൾ ആ ഒരു സമയം വെറും ഒരു ഇമാജിനേഷനാണ്, ഒരു ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ്, മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇല്യൂഷനാണ് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവണം. നമ്മളുടെ മനസ്സിലൊരു ദേഷ്യം വരികയാണെങ്കിൽ ഞാൻ ദേഷ്യപ്പെടുകയാണ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ മനസ്സിനുള്ളിൽ ദേഷ്യം എന്നുള്ളൊരു ഇമോഷൻ ഫ്ലോ ആകുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് വരേണ്ടത്. ഞാൻ ദേഷ്യപ്പെടുന്നു എന്നല്ല. നമ്മൾക്ക് ഈ ലൈഫ് കണ്ടിന്യൂറ്റി അനുഭവപ്പെടുന്നതിന് കാരണം നമ്മൾ എപ്പോഴും ഒരു ഐഡൻറ്റിറ്റി ഈഗോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇന്നലത്തെ ഞാനും ഇന്നത്തെ ഞാനും ഒന്നാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഈഗോ നമ്മളിലുള്ളത് കൊണ്ടാണ് ലൈഫ് ഇങ്ങനെ ഇത്രയും ഹാർഡായിട്ട് കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഒരു ഇടവേളകളുണ്ട്. ഇപ്പോൾ ഒരു ശബ്ദം ഉണ്ടാകുമ്പോൾ ആ ശബ്ദം ഉണ്ടായി അതങ്ങനെ ഇല്ലാതാകുന്നു, അതിനുശേഷം ഒരു ഇടവേള സംഭവിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പ്രസൻറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളെടുക്കുന്ന ശ്വാസത്തെ അവെയർനെസ്സോടുകൂടി എടുക്കണം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ നമ്മൾ ഓരോന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പോകണം. അതേപോലെ നമ്മൾ ചുറ്റിനും കേൾക്കുന്ന ഏതെങ്കിലും ഒന്ന് രണ്ട് ശബ്ദങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യണം.
എങ്കിൽ മാത്രമേ നമ്മൾ ഡയറക്റ്റ് പ്രസൻറ്റിലേക്ക് വരുള്ളൂ. ആ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ മാത്രമാണ് അവെയർനെസ്സിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അവെയർനെസ് ആ പ്രസൻറ്റിലാണ്, ടൈംലെസ്സിലാണ്. നമ്മൾ നമ്മളുടെ ചിന്തകളല്ല, ആ ചിന്തകളെ അറിയുന്ന അവബോധമാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ നമുക്ക് അറിയാൻ സാധിക്കണം, മാറി നിന്നുകൊണ്ട് അറിയാൻ സാധിക്കണം. അപ്പോൾ ആ ചിന്തയല്ല ഇത് നമ്മളുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഫ്ലോ എനർജിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ചിന്ത ഒരു ഇലക്ട്രിക് എനർജി പോലെയാണ് ഫ്ലോ ആകുന്നത് എങ്കിൽ ഇമോഷൻസ് ഒരു മാഗ്നറ്റിക് എനർജി പോലെയാണ് ഫ്ലോ ആകുന്നത്. അപ്പോൾ സുഖമോ ദുഃഖമോ അതൊന്നും നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ അവബോധത്തെ ഒന്നും ബാധിക്കില്ല. ലോകം മാറിക്കൊണ്ടിരിക്കും, പക്ഷേ അവബോധം ഒരിക്കലും മാറ്റില്ലാതെ അവിടെ തുടരും. അതൊരു ഒബ്സർവറാണ്. എന്നാൽ അത് സ്വയം പ്രകാശിക്കുന്ന, സ്വയം അറിവുള്ള ഒന്നാണ്. അതിന് മറ്റൊരു അറിവിൻ്റെ ആവശ്യമില്ല, മറ്റൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. അതിനുള്ളിലാണ് എല്ലാ ലോകങ്ങളും നിലനിൽക്കുന്നത്, നമ്മളുടെ ഈ ശരീരവും നിലനിൽക്കുന്നത്. ഇപ്പോൾ സ്വപ്നത്തിൽ നമ്മളൊരു ശരീരമെടുത്ത് നമ്മളുടെ ഡ്രീമിനുള്ളിൽ നമ്മൾ കാണുന്നു. വലിയ മലകളും കുന്നും ഒക്കെ നമുക്ക് കാണാം. ആ ഒരു സ്വപ്നത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു മലയും ഇത്രയും വലിയ പുഴകളും നദികളും ഒക്കെ സംഭവിക്കുന്നത്? ആ റിയാലിറ്റി അത് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മളുടെ ബ്രെയിനാണ് നമ്മളെ ബോധിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഉണർന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകുക അത് ഡ്രീമായിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഫിസിക്കൽ റിയാലിറ്റി എന്നുള്ളത്. നമ്മൾ അവബോധത്തിലെത്തിയാൽ മാത്രമാണ് ഇതെല്ലാം ഒരു ഡ്രീമാണ് എന്നുള്ള, ഒരു ഇല്യൂഷനാണ് എന്നുള്ള, ഒരു മായയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുള്ളൂ. നമ്മൾ സൈക്കോളജിക്കൽ ടൈമിലാണ് എങ്കിൽ ഒരിക്കലും നമുക്കത് തിരിച്ചറിയാൻ സാധിക്കില്ല. അതിന് ഈ സൈക്കോളജിക്കൽ ടൈമിനെ നമ്മൾ മറികടക്കണമെങ്കിൽ ആത്മജ്ഞാനമാണ് നമ്മൾക്ക് ഏറ്റവും ആവശ്യം. എല്ലാ അറിവിനേക്കാളും ഉയർന്ന അറിവാണ് ആത്മജ്ഞാനം. സെൽഫ് റിയലൈസേഷനാണ് സംഭവിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പുരാണ കഥകളിലെ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ പൂർവ്വജന്മങ്ങളോ ഇതൊന്നും നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതൊക്കെ ആ കാലഘട്ടത്തിൽ സംഭവിച്ചു. അതെല്ലാം എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മളുടെ ആത്മാവ് ആ ഒരു പൂർവ്വജന്മങ്ങളെ എക്സ്പീരിയൻസുകൾ മറ്റൊരു റിയാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളുടെ ഫിസിക്കൽ ബോഡിക്ക് റിയലായിട്ട് അവബോധത്തിൻ്റെ പ്രകാശം പൂർണ്ണത അനുഭവപ്പെടണമെങ്കിൽ നമ്മളുടെ സെൽഫിനെ ആ എല്ലാ റിയാലിറ്റിയിൽ നിന്നും നമ്മളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരണം. സെൽഫ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ എല്ലാ പൂർവ്വജന്മ റിയാലിറ്റികളിൽ നിന്നും നമ്മൾ എക്സിറ്റ് ആവണം. എങ്കിൽ മാത്രമാണ് സെൽഫിന് ഈ റിയാലിറ്റിയിൽ അവബോധം പൂർണ്ണമായ ഒരു പൂർണ്ണത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സെൽഫ് റിയലൈസേഷൻ സംഭവിക്കുള്ളൂ. ആത്മാവിന് എപ്പോഴും പൂർവ്വജന്മങ്ങളുടെ ഓർമ്മകളും പൂർവ്വജന്മത്തെ ട്രോമകളും ഒക്കെ അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. എല്ലാ റിയാലിറ്റിയും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതൊന്നും നമ്മളല്ല എന്നുള്ള തിരിച്ചറിവിലൂടെ നമ്മൾ യഥാർത്ഥ പ്രസൻറ്റിലേക്ക് വരണം. നമ്മളെടുക്കുന്ന ഓരോ ശ്വാസവും നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുക്കണം. നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ചിന്തയും നമ്മൾ അറിഞ്ഞുകൊണ്ട് കടന്നു പോകണം. നമ്മൾ കേൾക്കുന്ന ഏതെങ്കിലും ശബ്ദങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രസൻറ്റിലിരിക്കാൻ പറ്റുള്ളൂ. ശബ്ദങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ശബ്ദമുണ്ടായി അതിനിടയിലുള്ള ഗ്യാപ്പ്, നിശബ്ദതയും നമ്മൾ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ ഒരു പ്രസൻറ്റിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജിക്കൽ ടൈമിനുള്ളിൽ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് എക്സ്പീരിയൻസ് ചെയ്യുക നമ്മളുടെ ഈ ഫിസിക്കൽ റിയാലിറ്റീനെ. നമുക്ക് ആവശ്യം അതല്ല. നമ്മളുടെ ഈ അവതാർ
ഈ ഫിസിക്കൽ ബോഡി ഇതിനെ പൂർണ്ണമാക്കുക എന്നുള്ളതാണ്, ഇതിനെ സെൽഫ് ലൂമിനൻ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ എത്തിയാൽ മാത്രമാണ് ഈ റിയാലിറ്റി, ഈ ഫിസിക്കൽ അവതാറിന് സ്വയം അവബോധത്തിൻ്റെ പ്രകാശം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ സ്കാറ്റേർഡായിട്ട് ഇങ്ങനെ പല റിയാലിറ്റിയിലൂടെ അത് പല റിയാലിറ്റി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കാവശ്യം ഈ പ്രസൻറ്റ് മൊമെൻ്റാണ്, ഈ റിയാലിറ്റി മാത്രമാണ്. അപ്പോൾ നമ്മളതിനെ പൂർണ്ണമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ സൈക്കോളജിക്കൽ ടൈമിനെ മറികടക്കണം. സൈക്കോളജിക്കൽ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ പെട്ടുപോകരുത്. മനുഷ്യനെപ്പോഴും ഈ സൈക്കോളജിക്കൽ ടൈമിൻ്റെ ഉള്ളിൽ, സങ്കടങ്ങളുടെ ഉള്ളിൽ, ദുഃഖങ്ങളുടെ ഉള്ളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് സഫറിങ് വരുമ്പോൾ ഞാൻ സഫറിങ്ങിലാണ് എന്നുള്ളൊരു ചിന്തയും സംഭവിക്കുന്നു. പക്ഷേ ആ സൈക്കോളജിക്കൽ ടൈമിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ വന്നാൽ മാത്രമാണ് നമുക്ക്, ടൈമിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ മാത്രമാണ് ടൈംലെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അനന്തമായ അവബോധമാണ് നമ്മൾ. ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിക്കുന്ന അനന്തമായ പരിമിതമല്ലാത്ത അവബോധമാണ് നമ്മൾ. ഈ പരിമിതമായ ഈ ശരീരമോ നമ്മളുടെ മനസ്സിലെ നിസ്സാരമായ ചിന്തകളോ ദേഷ്യമോ നമ്മളുടെ ഐഡൻറ്റിറ്റിയോ നമ്മുടെ പേഴ്സണാലിറ്റിയോ ഒന്നും യഥാർത്ഥ നമ്മളല്ല. അതൊക്കെ ടെമ്പററി ഫോമുകൾ മാത്രമാണ്. അനന്തമായ അവബോധമാണ്, അവെയർനെസ്സാണ്, അബ്സല്യൂട്ട് അവെയർനെസ്സാണ് നമ്മൾ. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഭയം എന്നുള്ള അല്ലെങ്കിൽ ആങ്സൈറ്റി എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ടൈമിനുള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുള്ളൂ. അവബോധത്തിനുള്ളിലാണ് ഈ ശരീരവും പ്രപഞ്ചവും എല്ലാം നിലനിൽക്കുന്നത്. അതാണ് പരമമായ സത്യം. നമ്മളൊരു സാക്ഷിയായിട്ട് നിൽക്കുന്നു. യഥാർത്ഥം നമ്മൾ വെറും സാക്ഷിഭാവമാണ്. അതിനെ ചിന്തകളിൽ നിന്ന് മോചിപ്പിക്കണം. മൈൻഡ് ഡിറ്റാച്ച് ചെയ്യണം. മൈൻഡ് ഡിറ്റാച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ സൈക്കോളജിക്കൽ ടൈമിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവണം. സൈക്കോളജിക്കൽ ടൈം പല ലൂപ്പുകളിൽ നമ്മളെ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അത് ഏതൊക്കെയാണ്? ഫിയറാണ് എന്നുള്ളിൽ സംഭവിക്കുന്നത് എങ്കിൽ ഫിയർ എന്നുള്ളൊരു ഇമോഷൻ എൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം, ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്യുമ്പോൾ ഇരുട്ടിന് പ്രകാശം വരുമ്പോൾ ഇരുട്ടിന് അവിടെ നിലനിൽപ്പില്ല എന്നതുപോലെ തന്നെ അവെയർനെസ് എന്ന പ്രകാശം അവിടെ നിറയുമ്പോൾ, ഒബ്സർവർ ആകുമ്പോൾ ആ ഒരു ഫിയറിനോ ആങ്സൈറ്റിക്കോ ഗിൽട്ടിക്കോ ഒന്നും അവിടെ നിലനിൽപ്പില്ല. സാധാരണ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ ആ ചിന്തയായി അങ്ങോട്ട് മാറുകയാണ്, അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാണ് ചെയ്യാറുള്ളത്. പക്ഷേ അവബോധതലത്തിലാണ് നമ്മളെങ്കിൽ അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ ചിന്തിച്ച് കൂട്ടി സങ്കീർണതയൊന്നും ഉണ്ടാക്കില്ല. പകരം നമ്മളുടെ ഉള്ളിലൂടെ, യഥാർത്ഥ നമ്മളിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ഇമോഷനാണ് എന്ന് മനസ്സിലാക്കുക മാത്രമേ ഉള്ളൂ. റെസ്പോണ്ടാണ് അവിടെ സംഭവിക്കുക, റിയാക്റ്റ് ചെയ്യില്ല നമ്മൾ. അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തുമ്പോൾ ഓരോ വ്യക്തിയും മനസ്സിനെയും ശരീരത്തെയും ബാഹ്യമായ മറ്റൊരു നിരീക്ഷകനായി മാറി നിന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഇതിനെയാണ് നമ്മൾ സമയമില്ലാത്ത നിരീക്ഷകൻ അഥവാ സാക്ഷിഭാവം എന്നൊക്കെ പറയുന്നത്. മനസ്സ് ഭൂതകാലത്തിലാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണ് എങ്കിൽ നമുക്ക് നമ്മളുടെ ചിന്തകളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ മനസ്സിനോട് തന്നെ ചോദിക്കാം, ഞാനിപ്പോൾ പാസ്റ്റിലാണോ ഞാനിപ്പോൾ ഫ്യൂച്ചറിലാണോ എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ചുറ്റിനും കേൾക്കുന്ന ഏതെങ്കിലും ഒരു ശബ്ദത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം. നമ്മളെടുക്കുന്ന ശ്വാസത്തിലേക്ക് നമ്മൾ അവെയറായിരിക്കണം. അപ്പോൾ നമ്മളുടെ ചിന്തയും പ്രസൻറ്റിലേക്ക് വരും.
മനുഷ്യ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും ഭൂരിഭാഗം മാനസിക സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും വിഷാദ രോഗങ്ങളും എല്ലാത്തിനും അടിസ്ഥാന കാരണം ഇപ്പോഴും നിലവിലില്ലാത്ത ഈ സൈക്കോളജിക്കൽ ടൈമിൽ നമ്മൾ അഭയം കണ്ടെത്തുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നു എന്നത് മാത്രമാണ്. സൈക്കോളജിക്കൽ ടൈമിൽ ശ്രദ്ധയും ഊർജവും എപ്പോഴും ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവി കാലത്തിലോ ആയി ചിതറിപ്പോകുകയാണ്. സോൾ ആ ഒരു ടൈമിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു റിയാലിറ്റിയിൽ സോൾ അവിടെയുണ്ട്. പക്ഷെ നമ്മൾ യഥാർത്ഥ ഈ പ്രസൻറ്റിൽ വന്നാലേ സൈക്കോളജിക്കൽ ടൈമിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റുള്ളൂ. നമുക്ക് മനസ്സിലാകും, നമുക്ക് മനസ്സിന് അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ പാസ്റ്റിലോ ആണ് എന്നുള്ളത്. നിശബ്ദമായ ശൂന്യമായ ഒരു പ്രശാന്തമായ അവസ്ഥ, ഒരു പീസ്, അത് നമ്മളിൽ നിറയും അവബോധത്തിലാണ് എങ്കിൽ. സമയത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ സമയത്തിൻ്റെ ഒരു ടെൻഷനിലായിരിക്കും. ഒബ്സർവർ ആകാൻ ഒരിക്കലും സാധിക്കില്ല. ദ പവർ ഓഫ് അവെയർനെസ്സിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സൈക്കോളജിക്കൽ ടൈമിനുള്ളിൽ നമ്മൾ തിരിച്ചറിയണം, ഇതിനുള്ളിൽ നിന്ന് നമ്മൾ വെളിയെ വരണം. ഫിയർ, ആങ്സൈറ്റി, ഗിൽറ്റി, ഈ തരത്തിലുള്ള ഇമോഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു ഇമോഷൻ ഉണ്ടാകുന്നുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഒബ്സർവർ മോഡിലേക്ക് ചേഞ്ച് ആകണം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.